എന്റെ വിച്ചൂട്ട, നീ അച്ഛമ്മയെ തീ തീറ്റിച്ച് കളഞ്ഞല്ലോ. ഞാൻ എന്റെ വിച്ചുമോനെ എന്ന് എടുത്തോട്ടെ അനു. വിച്ചൂട്ടനെ ഞാൻ കൊണ്ടേ കളഞ്ഞൊന്നുമില്ലല്ലോ. പിന്നെന്താ മോന് സംഭവിച്ചത്? ഞാൻ നോക്കിക്കൊള്ളാന്ന് പറഞ്ഞ് എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിക്കൊണ്ടു പോയതല്ലേ. അമ്മ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. തെറ്റാർക്ക് സംഭവിച്ചാലത് തെറ്റ് തന്നെയാ. എന്റെ തലയിൽ എന്തെങ്കിലും കുറ്റം കെട്ടിവെക്കാൻ കാത്തു വെക്കാണല്ലോ എല്ലാരും. എന്റെ കണ്ണെന്ന് തെറ്റിയപ്പോ ഏതോർത്തും കൊച്ചിനെടുത്തോണ്ട് പോയി. അവനെ നിങ്ങൾ ആരെങ്കിലും പിടിച്ചോ? അതാ ബോട്ടിൽ വെച്ച് കണ്ട ആളായിരുന്നു. അയാളെ അടുത്ത് വിട്ടയച്ചു. അതെന്താ അയാളെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാതിരുന്നേ? അത് പിന്നെ അങ്ങനെയാണല്ലോ. നിന്റെ ഏട്ടത്തിന് നോട്ടത്തിലെ കട്ടോണ്ട് പോയതിനേക്കാൾ വലിയ തെറ്റുകാരി അബദ്ധത്തിൽ കണ്ണു തെറ്റിപ്പോയ ഞാനാടി. അതങ്ങനെ വരൂ. ഞാനാണല്ലോ ഇവളുടെ മുഖ്യ ശത്രു. അമ്മേ, അതിപ്പോ സ്വന്തം കുഞ്ഞിന് ഇങ്ങനെ ഒരു അവസ്ഥ വന്നാ ഒരമ്മയ്ക്ക് അത് സഹിക്കാൻ പറ്റില്ല. അനു ആയതുകൊണ്ടാ കൂടുതലൊന്നും പറയാത്തത്. എന്തിനാ അവള് പറയാതിരിക്കുന്നേ? അവള് പറഞ്ഞോട്ടടാ. അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞുകൊണ്ട് കളയാൻ ശ്രമിച്ചെന്നും പറഞ്ഞ് നീ അവളും കൂടി കേസ് കൊടുക്കടാ. മതി അമ്മേ, ചെറിയൊരു അബദ്ധമൊന്നുമല്ല അമ്മയ്ക്ക് പറ്റിയത്. വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അതിന്റെ ഗൗരവം കുറയ്ക്കാനൊന്നും നോക്കണ്ട. ഇന്ദ്രേട്ടാ, നമുക്കൂടെ നീങ്ങിയാലോ? ആദ്യം എവിടെയെങ്കിലും കയറി എന്തെങ്കിലും കഴിക്കണം. എന്നിട്ട് ഞാൻ വണ്ടി കയറും. അതെ, ഞാനൊന്ന് മോൻ കഴിയിട്ട് വരട്ടെ. അനു, നീ ഇത് മനസ്സിൽ നിന്ന് വിടാനോ? ഇല്ലെങ്കിൽ ഇനിയുള്ള യാത്രയ്ക്കൊരു സുഖം ഉണ്ടാവില്ല. ഇന്ദ്രേട്ടാ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. പിന്നെ നമ്മുടെ മോനൊന്നും പറ്റിയില്ലല്ലോ. എനിക്കത് മതി. എന്തൊക്കെയാ ആന്റി പറയുന്നേ? ഇതൊക്കെ സത്യമാണോ? കേട്ടിട്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്നേ. ഞാൻ നിന്നോട് കള്ളം പറയുവോ ഹർഷേ? തലനാരിഴയ്ക്കാൻ ഞാൻ രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ അയാളുടെ മുമ്പിൽ പോയി പെട്ടേനെ. അയ്യോ, ഭാഗ്യം കൊണ്ട് മാത്രം അയാൾ എന്നെ കാണാതിരുന്നത്. ആന്റി, ഇത് വല്ലാത്തൊരു സംഭവമായി പോയല്ലോ. അയാൾ അവിടെ എത്തുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. വേറെ ആർക്കും അയാളുടെ കാര്യത്തിൽ മറ്റു സംശയങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല, ഇന്ദ്രൻ അയാളെ കണ്ടില്ലെന്നാ തോന്നുന്നേ. പിന്നെ അവന് അയാളുടെ മുഖം ഓർമ്മയുണ്ടാവും. സത്യനും സോനയും അയാൾ പോകുമ്പോ കുഞ്ഞുങ്ങളായിരുന്നു. അല്ല ആന്റി, അനുപമയ്ക്ക് അയാളോട് സിമ്പതി തോന്നാൻ എന്തായിരിക്കും കാരണം? അവക്ക് അയാളുടെ കാര്യത്തില് എന്തെങ്കിലും സംശയമുണ്ടോ? ഏയ്, അതിന് സാധ്യതയില്ല. അയാളുടെ ഒരു പഴയ ഫോട്ടോ പോലും അവള് കാണാൻ സാധ്യതയില്ല. പിന്നെങ്ങനെയാ? മോനെ തട്ടിക്കൊണ്ടുപോയവനെ ന്യായീകരിച്ചാലല്ലേ അവക്ക് എന്നെ കുറ്റപ്പെടുത്താൻ പറ്റൂ. അതിലവള് ജയിച്ചു. സാരമില്ല, അയാളൊന്ന് ഒഴിഞ്ഞു പോയല്ലോ. അതാ എന്റെ ആശ്വാസം. ഒരു വലിയ അപകടം ഒഴിഞ്ഞുപോയി ആന്റി. ഇനി ആന്റി പേടിക്കണ്ട. ആ മനുഷ്യനെ ഇനി പുറത്തോട്ടിറങ്ങാനൊന്ന് ഭയക്കും. ചുമയും വലിവും ഒക്കെ കാണുമ്പോഴേ ഒരു നിത്യരോഗിയാണെന്നാ തോന്നുന്നേ. അധികം വലിച്ചുകൊണ്ട് നടക്കാതെ എവിടെയെങ്കിലും വീണ് ചത്താ മതിയായിരുന്നു. മോനെ, ദാ അങ്ങോട്ട് നോക്ക്. അവിടെ തോണി പോകുന്ന കണ്ടോ? ദാ നോക്ക്. ഹർഷേ,
ഞാൻ പിന്നെ വിളിക്കാം. ഇവിടെ ആരൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ശരി ആൻറ്റി. ആൻറ്റി സമയം കിട്ടുമ്പോൾ വിളിക്കാം. നമുക്ക് പിന്നീട് സംസാരിക്കാം. ഓക്കെ? രഘുവിന്റെ മനസ്സിൽ എന്തോ ഒരു വലിയ വിഷമമുണ്ട്. അതെന്താണെന്ന് എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. ചെറുപ്പം മുതൽ അവനെ ഞാൻ കാണുന്നല്ലേ ദാസ്. തക്കതായ ഒരു കാരണമില്ലാതെ അവൻ ഒരിക്കലും ഇങ്ങനെയൊന്നും ആവില്ല. അല്ല ദാസ്, രഘു എന്തുകൊണ്ടായിരിക്കും കമ്പനിയിലേക്ക് വരാത്തത്? അതിന്റെ കാരണം ദാസിനറിയാമോ? അണ്ണാ, ആമയ്ക്ക് 25 ലക്ഷം രൂപ കൊടുക്കണമെന്ന് രഘു പറഞ്ഞു. പക്ഷെ ഞാനത് സമ്മതിച്ചില്ല. അതിനുശേഷമാ ശരിക്കും അവൻ കമ്പനിയിൽ വരാണ്ടായത്. അത്രയും പണം ആ കമ്പനിയിൽ നിന്ന് ആമയ്ക്ക് കൊടുക്കാൻ അവൻ പറയണമെന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവില്ലേ ദാസ്? അവൻ അവകാശമില്ലാത്തൊരു പണം എങ്ങനെ മറ്റൊരാൾക്ക് കൊടുക്കാൻ നിർബന്ധിച്ച് പറയാൻ പറ്റും? ഇതിന്റെയൊക്കെ പിന്നിൽ എന്തൊക്കെയോ കാരണങ്ങളില്ലേ ദാസ്? അത് അണ്ണാ, മറുപടി ഞാൻ തന്നെ പറയാം. ആദിത്യന്റെ വണ്ടിയിൽ വെച്ച 1 കിലോ സ്വർണം രഘു മാറ്റിവെച്ചു. അതവൻ തിരിച്ചു കൊടുത്തിട്ടില്ല, അല്ലേ? സത്യസന്ധമല്ലാത്ത ഒരു പണവും നമുക്കുതകില്ല ദാസ്. അതേതെങ്കിലും രീതിയിൽ തിരിച്ചടി തന്നുകൊണ്ടേയിരിക്കും. അത്രയും പണം കിട്ടിയിട്ടും രഘുവിന്റെ ജീവിതം ഇപ്പോഴും നശിച്ചുകൊണ്ടിരിക്കുകയല്ലേ ചെയ്യുന്നത്? അല്ല, പെട്ടെന്നൊരു ദിവസം 25 ലക്ഷം രൂപ ആമയ്ക്ക് കൊടുത്ത അത് രഘുവിന് ദോഷമാവുകയല്ലേ ഉള്ളൂ. കൊടുക്കാതെ ഇരുന്നിട്ടെന്താ കാര്യം? ആ കുറ്റബോധം അവനെ വീണ്ടും നശിപ്പിക്കുകയല്ലേ ഉള്ളൂ. നമ്മൾ അർഹിക്കാത്തത് എന്തും നമുക്ക് ഭാരമാണ്. ഒഴിവാക്കുന്നത് തന്നെ നല്ലത്. ആ പണം തിരിച്ചു കൊടുത്താൽ രഘുവിന് മനസ്സമാധാനം കിട്ടുമെങ്കിൽ അത് കൊടുക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പണത്തിനേക്കാളും മറ്റെന്തിനേക്കാളും പ്രധാനം അത് മനസ്സമാധാനം തന്നെയാണ്. എനിക്കറിയാം അമ്പിളിയും കൂടി അറിഞ്ഞു തന്നെയായിരിക്കും രഘു ഇതൊക്കെ ചെയ്തിരിക്കുന്നതെന്ന്. എന്നിട്ടിപ്പോ എന്തായി? അവര് തമ്മിൽ അകലാൻ ഇപ്പൊ ഇത് തന്നെ ഒരു കാരണമായില്ലേ ദാസ്? ഇനിയിപ്പോ എന്താണൊരു മാർഗം?